ഹലോ എവരിവൺ. ഇന്ന് ഈ കാണുന്ന ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാണ്. ചോദിച്ച ഡൗട്ട് ഈ ഒരു പ്രോബ്ലത്തിൻ്റെ സ്ക്രീൻഷോട്ടായിരുന്നു. അതിൽ എഴുതിയിരിക്കുന്നത് നോക്കുക. എ എന്ന പോയിന്റിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അത് ഫിഗറിൽ കാണിച്ചിട്ടുണ്ട് 10 കിലോ ന്യൂട്ടൺ. അതിനെ ഒരു ഫോഴ്സ് കപ്പിൾ സിസ്റ്റമായിട്ട് കൺവേർട്ട് ചെയ്യണം. രണ്ട് രീതിയിൽ ചെയ്യണം. ഫോഴ്സ് കപ്പിൾ സിസ്റ്റം അറ്റ് ബി, ഫോഴ്സ് കപ്പിൾ സിസ്റ്റം അറ്റ് സി. ബി റൈറ്റ് എൻഡ് പോയിന്റ് ആണ്, സി ലെഫ്റ്റ് എൻഡ് പോയിന്റ് ആണ്. ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് 10 കിലോ ന്യൂട്ടൺ കാണിച്ചു തന്നിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ നിന്ന് 4 മീറ്ററും റൈറ്റ് സൈഡിൽ നിന്ന് 3 മീറ്ററും ഡിസ്റ്റൻസിലാണ്. അപ്പോൾ ഇയാൾ അയച്ചു തന്ന സ്ക്രീൻഷോട്ടിൽ സ്റ്റെപ്സ് ഒക്കെ എഴുതിയിട്ടുണ്ട്. അതിൽ മൊമെൻ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഡയറക്ഷനെ കുറിച്ചൊക്കെയാണ് ഡൗട്ട്. അപ്പോൾ ആ ഒരു ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയിരിക്കുന്ന ഒരു മെത്തഡോളജി ഫോളോ ചെയ്യുന്നത് കൊണ്ടാണ് ആ ഡൗട്ട് ഉണ്ടാകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ഓൺലൈൻ ക്ലാസ്സിൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു ട്രിക്ക് അതിനുവേണ്ടി പറഞ്ഞു തന്നിരുന്നു. ആ ട്രിക്ക് ഇവിടെ കാണിക്കാം. അങ്ങനെ സോൾവ് ചെയ്താൽ മതിയാവും. താഴെ ഞാനതൊന്ന് റീഡ്രോ ചെയ്യുകയാണ് അതേ ലെങ്തിൽ. ആദ്യം ബി എന്ന പോയിന്റിലെ ആ റിസൾട്ട് ചോദിച്ചിരിക്കുന്നത് കണ്ടുപിടിക്കാം. ഫോഴ്സ് കപ്പിൾ സിസ്റ്റം ആക്ടിങ് അറ്റ് പോയിന്റ് ബി. അതിനുവേണ്ടി ഇത്രയും ചെയ്താൽ മതി. ഇവിടെ തന്നിരിക്കുന്ന ഒരു സിംഗിൾ ഫോഴ്സാണ് എയിൽ 10 കിലോ ന്യൂട്ടൺ. അതേ ഫോഴ്സ് നമ്മളോട് ഏത് പോയിന്റ് റെഫർ ചെയ്താണോ ഫോഴ്സ് കപ്പിൾ സിസ്റ്റം ചോദിച്ചിരിക്കുന്ന ആ പോയിന്റിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ രണ്ട് ഫോഴ്സായിട്ട് ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ഇക്വിലിബ്രിയം സിറ്റുവേഷനാണ് ആഡ് ചെയ്യുന്നത്. ഒന്ന് മുകളിലോട്ടാണെങ്കിൽ ഒന്ന് താഴോട്ട്. എത്രയാണ് വാല്യൂ? ഇവിടെ പറഞ്ഞിരിക്കുന്ന ആ സിംഗിൾ ഫോഴ്സിൻ്റെ സെയിം വാല്യൂ. അപ്പോൾ നമ്മളിവിടെ ആഡ് ചെയ്ത ഈ ഒരു ഫോഴ്സ് സിസ്റ്റം ഒരു ഇക്വിലിബ്രിയം ഫോഴ്സ് സിസ്റ്റമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒപ്പോസ് ചെയ്യുന്നു, നള്ളിഫൈ ചെയ്ത് പോകുന്നു. വിച്ച് മീൻസ് ഇതിന് ഇൻഎഫക്റ്റീവ്ലി എയിലുള്ള 10 കിലോ ന്യൂട്ടൻ്റെ എഫക്റ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്ന ഞാൻ ഗ്രീൻ കളറിൽ ഡ്രോ ചെയ്തിരിക്കുന്ന അതേ ഫിഗർ തന്നെയാണ് ബ്ലൂ കളറിലും ഉള്ളത്. റൈറ്റ് എൻഡിൽ നമ്മൾ ആ ഫോഴ്സ് ആഡ് ചെയ്തതിൻ്റെ പേരിൽ വേറെ വ്യത്യാസങ്ങളൊന്നും തന്നെ സംഭവിക്കുന്നില്ല. നെറ്റ് എഫക്റ്റ് സെയിം ആണ്. ഈ ട്രിക്കാണ് ഇത്തരം പ്രോബ്ലംസിന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഈ പഴയ ഫോഴ്സ് 10 കിലോ ന്യൂട്ടൺ ഡൗൺ വേർഡും പുതുതായിട്ട് ആഡ് ചെയ്ത സ്ഥലത്ത് ഒരു 10 കിലോ ന്യൂട്ടൺ അപ്പ് വേർഡും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള പാരലൽ ഫോഴ്സ് സിസ്റ്റം നമുക്ക് കിട്ടും. ഈ പാരലൽ ഫോഴ്സ് സിസ്റ്റമാണ് കപ്പിൾ. കപ്പിൾ അറിയാമല്ലോ, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് സെപ്പറേറ്റഡ് ബൈ എ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അതാണ് ഇവിടെ കാണുന്ന ഈ 10 കിലോ ന്യൂട്ടൺ ഡൗൺ വേർഡും 10 കിലോ ന്യൂട്ടൺ അപ്പ് വേർഡും. അപ്പോൾ നമുക്കൊരു കപ്പിളും ഉണ്ടായി. കൂടാതെ അഡീഷണലി ഒരു ഡൗൺ വേർഡ് ഫോഴ്സ് പോയിന്റ് ബിയിൽ എക്സ്ട്രാ വന്നിരിക്കുന്നു 10 കിലോ ന്യൂട്ടൺ. അപ്പോൾ ആ രീതിയാണ് ഇതിൻ്റെ സൊല്യൂഷന് വേണ്ടിയുള്ളത്. അപ്പോൾ ഞാൻ ഇതിനൊരു തേർഡ് സെറ്റ് ഫിഗർ വരയ്ക്കുകയാണ്. പോയിന്റ് ബി, പോയിന്റ് സി, പോയിന്റ് എ. ഇപ്പോൾ പോയിന്റ് ബിയിലുള്ള ആ ഒരു എക്സ്ട്രാ ഫോഴ്സ് ഞാൻ ആദ്യം തന്നെ മാർക്ക് ചെയ്യാം, 10 കിലോ ന്യൂട്ടൺ. പിന്നെ പോയിന്റ് ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു കപ്പിളും മാർക്ക് ചെയ്യുക. ആ കപ്പിൾ ഇവിടെ ഒബ്സർവ് ചെയ്യാം. കപ്പിളിൻ്റെ വാല്യൂ നമ്മളെപ്പോഴും മൊമെൻറ്റ് ഓഫ് കപ്പിൾ കാൽക്കുലേറ്റ് ചെയ്ത് വേണം എഴുതാൻ. മൊമെൻറ്റ് ഓഫ് കപ്പിൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ രണ്ട് എൻഡിലാണല്ലോ ഈക്വൽ ഫോഴ്സസ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള. അതിലൊരു ഫോഴ്സ് എടുക്കുക, ആ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ 3 മീറ്റർ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്, ഇവിടെ 4 മീറ്റർ ആയിരുന്നു. അപ്പോൾ 3 മീറ്റർ കൊണ്ട് ഒരു 10 കിലോ ന്യൂട്ടനെ മൾട്ടിപ്ലൈ ചെയ്താൽ 30 കിലോ ന്യൂട്ടൺ മീറ്റർ. ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ കിലോ ന്യൂട്ടണും മീറ്ററും കൂടിയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. 10 × 3 30 കിലോ ന്യൂട്ടൺ മീറ്റർ. ആ 30 കിലോ ന്യൂട്ടൺ മീറ്റർ ആണ് കപ്പിളിൻ്റെ മൊമെൻറ്റ്. പക്ഷേ അതിൻ്റെ റൊട്ടേഷൻ എഫക്റ്റ് എങ്ങോട്ടാണ്? ലെഫ്റ്റ് സൈഡിൽ അത് ഡൗൺ വേർഡും റൈറ്റ് സൈഡിൽ അപ്പ് വേർഡുമാണ്. അപ്പോൾ കപ്പിളിൻ്റെ റൊട്ടേഷൻ എഫക്റ്റ് പോയിന്റ് ബി ബേസ് ചെയ്ത് എഴുതുമ്പോൾ ആ ആരോ ഇങ്ങനെ സർക്കുലാർ ആർക്ക് വഴി കാണിക്കുക, ആരോ മാർക്ക് കാണിക്കുക. ഇത് ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണ്. ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ടേണിങ് എഫക്റ്റ് ആണ് തരുന്നത്. അതിൻ്റെ വാല്യൂ ഈ കാൽക്കുലേറ്റ് ചെയ്തെടുത്ത ആ വാല്യൂ 30 കിലോ ന്യൂട്ടൺ മീറ്റർ അതിനോടൊപ്പം എഴുതുക. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ പാർട്ട് 1 ആൻസർ ചെയ്തു. ഇനി ക്വസ്റ്റ്യൻ്റെ പാർട്ട് 2 നോക്കാം. പാർട്ട് 2 വേണ്ടി ഞാൻ ഇതേ സിറ്റുവേഷൻ അറ്റ് സിയിൽ ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ വീണ്ടും ആ ഫിഗർ ഡ്രോ ചെയ്യുന്നു. പോയിന്റ് ബി, പോയിന്റ് എ ഇത് 3 മീറ്റർ,
ഇവിടെ എല്ലായിടത്തും മെഷർമെൻറ്റ് കാണിക്കുന്നത് നല്ലതാണ്. പേരും മെഷർമെൻറ്റ്സും എല്ലാം കാണിക്കണം. പോയിന്റ് സി. അപ്പം നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യുന്നു. ഇവിടെ ഒരു ഡൗൺവേർഡ് 10 kN ആയിരുന്നു ഇനിഷ്യലി ഉണ്ടായിരുന്നത്. ആ ഡൗൺവേർഡ് ഫോഴ്സിൻ്റെ അതേ വാല്യൂ തന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു ഇക്ലിവറിംഗ് കണ്ടീഷൻ എന്ന നിലയിൽ പോയിന്റ് സിയിൽ ആഡ് ചെയ്യുക. ഇവിടെ ഒരു അപ്വേർഡ് 10 kN, ഇവിടെ ഒരു ഡൗൺവേർഡ് 10 kN. ഒരു ഇക്ലിവറിംഗ് സിസ്റ്റമാണ് ആഡ് ചെയ്തിരിക്കുന്നത്. 2 ഫോഴ്സ് ഇക്ലിവറിംഗ് സിസ്റ്റം. ഇവിടെ നെറ്റ് എഫക്റ്റ് സെൻട്രലിലെ എ എന്ന പോയിന്റിലുള്ള 10 kN എഫക്റ്റ് മാത്രമേ ഉള്ളൂ. ഇവിടെയും നേരത്തെ പറഞ്ഞ പോലെ നോക്കിക്കഴിഞ്ഞാൽ ഒരു കപ്പിള് കാണാം. ഒരു സൈഡിൽ ഒരു ഡൗൺവേർഡ് ഫോഴ്സും അതർ സൈഡിലൊരു അപ്വേർഡ് ഫോഴ്സും സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് ഓഫ് 4 മീറ്റർ. ഈ കപ്പിളിനും ഉണ്ട് ഒരു മൊമെന്റ് ഓഫ് കപ്പിൾ. 4 മീറ്റർ ഇൻറ്റു 10 kN, 40 kN/m. ആ ആൻസർ താഴെ വരച്ച് കാണിച്ചാൽ മതി. ഇതിൻ്റെ ഫൈനൽ റിസൾട്ടായി. ഇത് മുകളിലോട്ടും ഇത് താഴോട്ടും ആയതുകൊണ്ട് ടേണിംഗ് എഫക്റ്റ് ക്ലോക്ക് വൈസ് ആണ്. അപ്പം അതിനൊരു ആരോ ഹെഡ് കർവ് ഇങ്ങനെ ഇടാം. അതിൻ്റെ വാല്യൂ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത 40 kN/m. അപ്പം ഇത് ആൻസർ 1, ഇത് ആൻസർ 2. ഇതാണ് ഡയഗ്രാമാറ്റിക്കലി അല്ലെങ്കിൽ ഗ്രാഫിക്കലി ഇതിൻ്റെ സൊല്യൂഷൻ. ഈ കണ്ടെത്തിയതിൻ്റെ അകത്ത് കാൽക്കുലേഷൻസ് എന്തൊക്കെയാണ് വന്നത്? ഇവിടെ കപ്പിള് കാൽക്കുലേറ്റ് ചെയ്യാൻ 10 × 3 മീറ്റർ ചെയ്തു. ഇവിടെ കപ്പിള് കാൽക്കുലേറ്റ് ചെയ്യാൻ 10 × 4 മീറ്റർ ചെയ്തു. ഈ കാൽക്കുലേഷൻ സ്റ്റെപ്സ് ഇതിൻ്റെ സൈഡിൽ അസോസിയേറ്റ് ചെയ്ത് എഴുതി കാണിക്കുക. ഈ ഫിഗർ വരച്ച് കാണിക്കുക. ആ സീക്വൻസിൽ വരച്ചിരിക്കുന്നത് കാണുമ്പോൾ തന്നെ വാല്യൂ ചെയ്യുന്ന ആൾക്ക് വളരെ എളുപ്പത്തിൽ അത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ. ഒരു കാര്യം കൂടി ഈ പ്രോബ്ലത്തിനോട് ചേർത്ത് പറയേണ്ടിയിരിക്കുന്നു. ഇവിടെ ഒരു സിംഗിൾ ഫോഴ്സ് തന്നിട്ട് അതിനെ ഫോഴ്സ് കപ്പിൾ സിസ്റ്റം അറ്റ് ബിയും ഫോഴ്സ് കപ്പിൾ സിസ്റ്റം അറ്റ് സിയുമായിട്ട് കണ്ടെത്താനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുക ഒരു സിംഗിൾ ഫോഴ്സ് തന്നിട്ടായിരിക്കില്ല, ഒരു പാരലൽ ഫോഴ്സ് സിസ്റ്റം തന്നെ മൾട്ടിപ്പിൾ പോയിന്റ്സിൽ തരും. എ ബി സി കൂടാതെ വേറെയും പോയിന്റ്സ് ഡിയിൽ, ഇയിൽ, എഫിൽ ഒക്കെ തരും. അതായത് ഇവിടെ ഒരു അപ്വേർഡ് 2 kN, ഇവിടെ ഒരു ഡൗൺവേർഡ് 3 kN, ഇവിടെ ഒരു ഡൗൺവേർഡ് 5 kN. എയിൽ നമ്മുടെ പഴയ 10 kN തന്നെ ഉണ്ടെന്ന് വിചാരിക്കുക. ഇവിടെ വീണ്ടും ഒരു അപ്വേർഡ് 3 kN. ഇങ്ങനെയൊക്കെ തന്നെന്ന് വിചാരിക്കുക. എന്നിട്ടായിരിക്കാം പറയണത് ഇതിനെ ഒരു സിംഗിൾ ഫോഴ്സ് സിസ്റ്റമായിട്ട് കൺവേർട്ട് ചെയ്യുകയും അതിനുശേഷം ഫോഴ്സ് കപ്പിൾ അറ്റ് ബിയോ ഫോഴ്സ് കപ്പിൾ അറ്റ് സിയോ ഫോഴ്സ് കപ്പിൾ അറ്റ് ഡിയോ ഏത് പോയിന്റും ആയിക്കോട്ടെ അതൊക്കെ ചോദിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ ഡിസ്റ്റൻസുകളൊക്കെ തരും. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇത് 1.5 മീറ്റർ, ഇത് 2.5 മീറ്റർ, 2 മീറ്റർ, ഇത് 0.5 മീറ്റർ, ഇവിടെ 2 മീറ്റർ, ഇവിടെ 1 മീറ്റർ. ഇത് 3 മീറ്റർ എ വരെ, ഇത് 2.5 1.5 കൂടെ ചേർത്ത് 4 മീറ്റർ സി വരെ, എ മുതൽ സി വരെ. മുകളിലത്തെ മെഷർമെൻറ്റിന് മാച്ചായിട്ട് ഞാൻ സാമ്പിൾ എഴുതിയെന്നേ ഉള്ളൂ. ഇവിടെ ആദ്യം ഒരു സിംഗിൾ ഫോഴ്സ് സിസ്റ്റം കണ്ടുപിടിക്കണം ഇതിന് ഇക്വാലൻ്റ് ആയിട്ട്, വിച്ച് മീൻസ് റിസൾട്ടൻ്റ് കാണണം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. പാരലൽ ഫോഴ്സ് സിസ്റ്റമാണ്. പാരലൽ ഫോഴ്സ് സിസ്റ്റത്തിൽ റിസൾട്ടൻ്റ് കാണാൻ എല്ലാ ഫോഴ്സുകളും ഡയറക്റ്റായിട്ട് ആഡ് ചെയ്താൽ മതി. പാരലോഗ്രാം ലോ ഉപയോഗിച്ചാലും സംഭവിക്കുന്നത് അത് തന്നെയാണ്. അപ്പോൾ അപ്വേർഡ് ഫോഴ്സൊക്കെ പോസിറ്റീവും ഡൗൺവേർഡ് ഫോഴ്സ് നെഗറ്റീവ് ആക്കുകയാണെങ്കിൽ ഒരു 2 -3 -5 -10 +3 അതാണ് ഇവിടെ വരുന്ന കാൽക്കുലേഷൻ. അപ്വേർഡൊക്കെ പോസിറ്റീവായിട്ട് ഞാൻ എടുത്തു, ഡൗൺവേർഡൊക്കെ നെഗറ്റീവായിട്ട് എടുത്തു. ഇതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ -1 വരും, -6 വരും, -16 വരും, -13 വരും, -13 kN. എന്താണ് ഈ മൈനസിൻ്റെ മീനിങ്? ഡൗൺവേർഡ് ആണെന്നാണ്. അപ്പോൾ ഞാൻ ആ റിസൾട്ട് ഇവിടെ ഒന്ന് വരച്ച് കാണിക്കുന്നു. -13 അത് എവിടെയാണ്? എയിലാണോ ബിയിലാണോ സിയിലാണോ നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മളൊരു ആർബിട്രറി ആയിട്ടൊരു പോയിന്റിൽ ഡൗൺവേർഡ് ആണെന്ന് മാത്രം അറിയാം. -13 kN മാർക്ക് ചെയ്യുന്നു. പക്ഷേ ഇത് എവിടെയാണെന്ന് അറിയാൻ നമുക്ക് ഒരു എൻഡിൽ നിന്നുള്ള ഒരു ഡിസ്റ്റൻസ് അറിഞ്ഞാൽ മാത്രമേ അത് കൃത്യതയോടെ പ്ലോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ മാത്രമേ ഈ ഒരു 4 മീറ്ററിലാണ് 10 kN ഈ ക്വസ്റ്റ്യൻ തന്നിരുന്ന പോലെയുള്ള ഒരു സിറ്റുവേഷനിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ അത് ഒരു X മീറ്ററാണ്.
അൺനോൺ എക്സ് മീറ്റർ. ഇത് കണ്ടുപിടിക്കണം. ഇതോടെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സീരീസ് ഓഫ് ഫോഴ്സസ് ഉണ്ടായിരുന്ന സിസ്റ്റത്തിനെ ഒരു സിംഗിൾ ഫോഴ്സ് സിസ്റ്റം ആക്കി മാറ്റി കഴിയുന്നു. അതായത് ഈ ക്വസ്റ്റ്യൻ്റെ തുടക്കം പോലെയായി. ഇനി ബിയിലോ സിയിലോ പറയുന്ന ഏത് പോയിന്റിലോ ഫോഴ്സ് കപ്പിൾ സിസ്റ്റം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ എക്സ് ഡിസ്റ്റൻസോടെ കിട്ടണം. നെറ്റ് റിസൾട്ടന്റ് ഫോഴ്സ് -13 kN ആക്ടിങ് ഡൗൺവേർഡ് എന്ന് കിട്ടി. അപ്പോൾ ഡൗൺവേർഡ് ആരോ വരച്ചിട്ട് വാല്യൂ എഴുതുന്ന സ്ഥിതിക്ക് മൈനസ് ഇടണമെന്നില്ല. നമ്മൾ വെറുതെ എഴുതുമ്പോൾ ഡൗൺവേർഡ് ആണെന്ന് അറിയാനാണല്ലോ മൈനസിൻ്റെ ഹെൽപ്പ്. നമ്മൾ ഡൗൺവേർഡ് ആരോ വരച്ച് കാണിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് മാഗ്നിറ്റ്യൂഡ് മാത്രം 13 kN എഴുതിയാൽ മതിയാവും. ഇനി എക്സ് ഡിസ്റ്റൻസ് കാണാൻ എന്ത് ചെയ്യണം? അതിന് വാരിയൻസ് തിയറം യൂസ് ചെയ്യണം. പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ്സ്. അതെന്താണ്? ഇത് റിസൾട്ടന്റ് ഫോഴ്സ് ആണ്. റിസൾട്ടന്റ് ഫോഴ്സിന്റെ മൊമെന്റ് എന്ന് പറയുന്നത് ഓരോ ഇൻഡിവിജ്വൽ ഫോഴ്സിന്റെ മൊമെന്റിന്റെ ടോട്ടലാണ്. ആ ഒരു കൺസെപ്റ്റാണ് വാരിയൻസ് തിയറം. അപ്പോൾ റിസൾട്ടന്റ് ഫോഴ്സിന്റെ മൊമെന്റ് എന്താണ്? ഫോഴ്സിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അതിന് നമുക്ക് റെഫറൻസ് പോയിന്റ് വേണം. നമുക്ക് സി എടുക്കാം. സിഗ്മ എം സി. അതായത് ഓരോ ഫോഴ്സിന്റെ മൊമെന്റിന്റെ ടോട്ടലാണ് സിഗ്മ എം വിത്ത് റെസ്പെക്ട് ടു സി. എന്തിന് സി എടുത്തു? സിയിൽ നിന്ന് നമ്മുടെ ഫോഴ്സിലേക്കുള്ള ഈ ഡിസ്റ്റൻസ് എക്സ് ആണ് കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഞാൻ റെഫറൻസ് പോയിന്റ് സി തന്നെ എടുത്തു. റെഫറൻസ് പോയിന്റ് ബി എടുത്താൽ കിട്ടുക ഈ ഒരു ഡിസ്റ്റൻസ് ആണ്. എന്തും ആയിക്കോട്ടെ, നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ച് റെഫറൻസ് പോയിന്റ് എടുത്തുകൊള്ളുക. അപ്പോൾ റിസൾട്ടന്റിന് വേണ്ടി ഞാൻ മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ സി എടുത്ത സ്ഥിതിക്ക് ഈ ഓരോ ഫോഴ്സിന്റെ മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാനും അതേ സി തന്നെ എടുക്കണം. വാരിയൻസ് തിയറത്തിൽ പ്രത്യേകം പറയുന്നുണ്ട് സെയിം റെഫറൻസ് പോയിന്റ് തന്നെ ഈ കംപ്ലീറ്റ് കാൽക്കുലേഷൻ പർപ്പസിന് ഉപയോഗിക്കാവുള്ളൂ. അപ്പോൾ ഞാൻ ടോട്ടൽ മൊമെന്റ് എഴുതുകയാണ്. അതിനെ റിസൾട്ടന്റിന്റെ മൊമെന്റുമായിട്ട് ഇക്വേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ടോട്ടൽ മൊമെന്റ് എഴുതാം. ഈക്വൽ ടു ആദ്യം 2 kN മൊമെന്റ് അബൌട്ട് സി. ഫോഴ്സിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ഫോഴ്സ് സിയിൽ തന്നെയാണ്. അതുകൊണ്ട് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം സി 0 ആണ്. ആ ഒരു മൊമെന്റ് 0 ആണ്. പ്ലസ് രണ്ടാമത് 3 kN × 1.5. അത് 4.5 വരും. ആ 4.5 എന്ന് പറയുന്നത് kN/m എന്നൊരു യൂണിറ്റ് ആണ്. kN/m. കാരണം ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ് ചെയ്തത്. അതിന് സെൻസ് ഉണ്ട്, ഡയറക്ഷൻ സെൻസ് ഉണ്ട്. പോസിറ്റീവ് നെഗറ്റീവ് ആക്കണം. ക്ലോക്ക് വൈസ് ടേണിംഗ് മൊമെന്റ് എല്ലാം ടേണിംഗ് എഫക്റ്റിന്റെ മെഷർമെന്റ് ആണ്. ആ ടേണിംഗ് എഫക്റ്റ് ക്ലോക്ക് വൈസ് ആണെങ്കിൽ നെഗറ്റീവും ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ പോസിറ്റീവ് ഇടുക എന്നുള്ളൊരു കൺസെപ്റ്റാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ റെഫറൻസ് പോയിന്റ് സി ആണ് സെന്റർ ഓഫ് റൊട്ടേഷൻ. അപ്പോൾ അത് ബേസ് ചെയ്ത് ഇതൊരു ഫാൻ ലീഫ് പോലെയാണെങ്കിൽ ഈ 3 kN ഒരു ഡൗൺവേർഡ് ക്ലോക്ക് വൈസ് ടേണിംഗ് എഫക്റ്റ് ആണ് ഉണ്ടാക്കുക. അപ്പോൾ ഇത് നെഗറ്റീവാണ്. അതുകൊണ്ട് ഈ കിട്ടിയ വാല്യൂ നെഗറ്റീവാണ്. അടുത്ത മൊമെന്റ് 5 kN ആണ്. 5 × 3.5. അത് കാൽക്കുലേറ്റ് ചെയ്താൽ ഒരു വാല്യൂ കിട്ടും. അവിടെയും നോക്കുക, ഇതാണ് സെന്റർ ഓഫ് റൊട്ടേഷൻ. അത് ഒരു വലിയ ഫാൻ ലീഫ് പോലെ ഉള്ള ഒരു ഒബ്ജക്റ്റിനെയാണ് താഴേക്ക് പുഷ് ചെയ്യുന്നത്. അവിടെയും ടേണിംഗ് എഫക്റ്റ് നെഗറ്റീവാണ്. അപ്പോൾ അതിനൊരു വാല്യൂ ഇവിടെ കിട്ടും. അതിനുശേഷം വീണ്ടും 10 kN. 10 kN കാൽക്കുലേഷൻ നടത്തി കഴിയുമ്പോൾ 3.5ഉം 5ഉം കൂടെ ചേർത്ത് 4 മീറ്റർ ഉണ്ട്. അപ്പോൾ 10 × 4 40 kN ആണ്. അപ്പോൾ ഇതും യൂണിറ്റ് kN ആണ്. ഇവിടെ കിട്ടാൻ പോകുന്നത് 40 kN ആണ്. ഞാൻ kN എഴുതുന്നില്ല, വാല്യൂ മാത്രമേ എഴുതുന്നുള്ളൂ. kN ആണ്. ഇതും സെൻസ് നോക്കുക. ഇതാണ് സെന്റർ ഓഫ് റൊട്ടേഷൻ. നമ്മുടെ റെഫറൻസ് പോയിന്റ് ലെങ്തി ഫാൻ ലീഫാണ്. അതിനെ താഴേക്ക് പുഷ് ചെയ്യുന്നു. അപ്പോൾ അതും ക്ലോക്ക് വൈസ് ടേണിംഗ് എഫക്റ്റ് ആണ് ഉണ്ടാകുന്നത്. സോ ഇറ്റ് ഈസ് അഗെയിൻ നെഗറ്റീവ് ക്വാളിറ്റി. ഇനി നോക്കുക, അവസാനം ഒരു 3 kN അപ്വേർഡ്. അപ്പോൾ 4ഉം 2ഉം കൂടെ ചേർന്ന് 7 മീറ്റർ ലെങ്തിലാണ്. അപ്പോൾ 3 × 7 21. ഇപ്പോൾ 21 എന്നൊരു വാല്യൂ കിട്ടി. അതും kN തന്നെയാണ്. അതിൻ്റെ ടേണിംഗ് എഫക്റ്റ് നോക്കുക, വലിയൊരു ലീഫാണ്. ഇത് ബേസ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അത് മുകളിലോട്ടാണ് പുഷ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് അത് പ്ലസ് ആണ്. ഓക്കെ, പിന്നെ ഫോഴ്സ് ഒന്നും ഇല്ല. അപ്പോൾ ഇത്രയും ഫോഴ്സുകളുടെ മൊമെന്റുകളാണ് നമ്മൾ ഫസ്റ്റ് ഫോഴ്സിന്റെ മൊമെന്റ്, സെക്കൻഡ് ഫോഴ്സിന്റെ മൊമെന്റ്, തേർഡ് ഫോഴ്സിന്റെ മൊമെന്റ്, ഫോർത്ത് ഫോഴ്സിന്റെ മൊമെന്റ്, ഫിഫ്ത്ത് ഫോഴ്സിന്റെ മൊമെന്റ്. 1 2 3 4 5. ആ ടോട്ടൽ മൊമെന്റ് ആണ് ഇപ്പോൾ എഴുതിയിരിക്കുന്നത്. അത് ചിലത് സബ്ട്രാക്ട് ചെയ്യപ്പെടണം, ചിലത് ആഡ് ചെയ്യപ്പെടണം. അത് ആന്റി ക്ലോക്ക് വൈസ് ആഡ് ചെയ്യപ്പെടുകയും ക്ലോക്ക് വൈസ് എല്ലാം സബ്ട്രാക്ട് ചെയ്യപ്പെടുകയുമാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ടോട്ടൽ മൊമെന്റ് എഴുതി. ഈ ടോട്ടൽ മൊമെന്റ് തീർന്നില്ല. റിസൾട്ടന്റിന്റെ മൊമെന്റിനോട് തുല്യമാണെന്നാണ് വാരിയൻസ് തിയറം അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ്സ്. അതിനനുസരിച്ച് റിസൾട്ടന്റിന്റെ മൊമെന്റ് ഇവിടെ കാണാം. അതുമായിട്ട് ഇക്വേറ്റ് ചെയ്യണം. അത് മറക്കാൻ പാടില്ല. 13 kN × x ആണ്. അപ്പോൾ അത് എഴുതാം 13 × x. ഇതും kN തന്നെയാണ്. ഇവിടെയും ഡയറക്ഷൻ സെൻസ് നോക്കണം. നമ്മുടെ സെന്റർ ഓഫ് റൊട്ടേഷൻ ഇതാണ്. ഫാൻ ലീഫ് ഇത് ഇവിടെയാണ്. ഇത് ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യപ്പെടുകയാണ്, നെഗറ്റീവാണ്. ഇവിടെ ഒരു വാല്യൂ ഉണ്ട്, അത് ഞാൻ എഴുതിയില്ല. അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്ന വാല്യൂ ഏതായിരുന്നു? 5 × 3.5. അപ്പോൾ
5 into 3 15 വരും. 5 into 0.5 2.5 വരും. അപ്പോൾ 17.5 വരും. 17.5. ഇതിനകത്ത് ഒരൊറ്റ അൺനോണേ ഉള്ളൂ. ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് ഇവിടുന്ന് കണ്ടുപിടിക്കുക. ആ എക്സ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. റഫ്ലി 17.5ഉം 0.5 കൂടെ ആഡ് ചെയ്താൽ 18, 4ഉം കൂടെ ആഡ് ചെയ്താൽ 22, 40 കൂടെ ആഡ് ചെയ്താൽ 62. അപ്പോൾ -62 പ്ലസ് 21 -61 -41. -41 കിലോ ന്യൂട്ടൺ മീറ്റർ ആണ്, അത് മറക്കല്ല്. ഈക്വൽ ടു -13x കിലോ ന്യൂട്ടൺ മീറ്റർ. അപ്പോൾ നമുക്ക് രണ്ട് മൈനസും കൂടെ ക്യാൻസലായി പോകും. ഇവിടുന്ന് എക്സ് കിട്ടും. എക്സ് എത്രയാണ്? എക്സ് ഈസ് ഈക്വൽ ടു 41/13. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു ഡെസിമൽ വാല്യൂ കിട്ടും. ആ ഡെസിമൽ വാല്യൂ ആണ് എക്സ് എന്ന് നമുക്ക് ഇവിടെ എഴുതി വെക്കാം. ഈ കിട്ടുന്ന റിസൾട്ട് പോസിറ്റീവ് ആണ്. കാരണം എന്താണ്? ഈ മൈനസോട് ക്യാൻസലായി പോയതുകൊണ്ട് കിട്ടുന്ന റിസൾട്ട് പോസിറ്റീവ് ആണ്. അതുകൊണ്ട് സിയിൽ നിന്ന് റൈറ്റിലേക്ക്. ചില കേസിൽ ഒരു സൈഡിൽ നെഗറ്റീവും ഒരു സൈഡിൽ പോസിറ്റീവും ആയിരുന്നു എന്ന് വിചാരിക്കുക. ഇവിടെ നെഗറ്റീവ് ഇവിടെ പോസിറ്റീവ് ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ എക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും നെഗറ്റീവ് ആൻസറേ കിട്ടുകയുള്ളൂ. വിച്ച് മീൻസ് സിയിൽ നിന്നും ലെഫ്റ്റിലേക്ക്. അപ്പോൾ നമുക്ക് ഈ ഒരു 13 കിലോ ന്യൂട്ടൺ മാർക്ക് ചെയ്യേണ്ടത് ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് ഡൗൺവേർഡ് വരച്ചിട്ട് 13 കിലോ ന്യൂട്ടൺ മാർക്ക് ചെയ്യും. ഈ ഡിസ്റ്റൻസ് എക്സ് ആയിട്ട് എത്രയാണോ കിട്ടിയത് അത് എഴുതുകയും ചെയ്യണം. കാരണം മൈനസ് കിട്ടി എന്നുള്ള ഒരു കാരണം കൊണ്ടാണ്. ഈ കേസിൽ മൈനസൊന്നുമല്ല, പോസിറ്റീവാണ്. അതുകൊണ്ട് ഈ സിറ്റുവേഷൻ ഇല്ല. ചില ടെക്സ്റ്റ് ബുക്കിലേക്ക് അങ്ങനത്തെ നെഗറ്റീവ് ഡിസ്റ്റൻസ് വരുന്ന പ്രോബ്ലംസ് ചെയ്തിട്ടിട്ടുണ്ട്. അവിടെ നമ്മൾ ആ കറസ്പോണ്ടിംഗ്ലി ഡിസ്റ്റൻസ് പോസിറ്റീവ് സെൻസിലെടുക്കാതെ നെഗറ്റീവ് സെൻസിലെടുത്ത് മാർക്ക് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഒബ്ജക്റ്റിൻ്റെ സ്പാനിൽ നിന്നും പുറത്താണ് റിസൾട്ടൻ്റ് ആക്ട് ചെയ്യുന്നത്. അങ്ങനെയൊക്കെ സംഭവിക്കും. അതിൽ ഒരിക്കലും മിസ്റ്റേക്ക് ഇല്ല. നമ്മുടെ കാൽക്കുലേഷൻ സ്റ്റെപ്സ് തെറ്റാതിരുന്നാൽ മാത്രം മതി. അപ്പോൾ ഞാൻ ആ പ്രോബ്ലമായിട്ട് കണക്ട് ചെയ്ത് ഈ ഒരു കാര്യം ഡിസ്കസ് ചെയ്യാൻ കാരണം സിംഗിൾ ഫോഴ്സ് അല്ലാതെ മൾട്ടിപ്പിൾ ഫോഴ്സ് ചോദിച്ചാൽ അതിനെ ഈ രീതിയിൽ കൈകാര്യം ചെയ്യണം. അതിന് ഇതുപോലൊരു സിംഗിൾ ഫോഴ്സ് സിസ്റ്റം ആക്കി മാറ്റണം. റിസൾട്ടൻ്റ് കണ്ടെത്തിയാൽ മതി. അത് എവിടെയെന്നുള്ള ഡിസ്റ്റൻസും കൂടെ അവിടെ പ്രാധാന്യമുള്ള കാര്യമാണ്. അത് കിട്ടിയാൽ നമുക്കിത് നേരത്തെ ഞാൻ ചെയ്ത് കാണിച്ചതുപോലെ പ്രൊസീഡ് ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ. ആ ഐഡിയയും കൂടെ മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇതുപോലെയുള്ള സാമ്പിൾ പ്രോബ്ലംസും ചെയ്ത് നോക്കണം. ഇവിടെ സൂചിപ്പിക്കേണ്ട മറ്റൊരു കാര്യം, ഈ പോസിറ്റീവ് നെഗറ്റീവ് സെൻസ് കാണാൻ ടേണിംഗ് എഫക്റ്റ് ക്ലോക്ക് വൈസ് ആണോ എന്ന് നോക്കി, ടേണിംഗ് എഫക്റ്റ് ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ എന്ന് നോക്കി. ഇവിടെ എല്ലാം ടേണിംഗ് എഫക്റ്റിന് വേണ്ടി ഞാൻ ഒരു ഫാനിൻ്റെ ലീഫും ഫാനിൻ്റെ ഹബ്ബും ഒക്കെ വരച്ചാണ് കാണിച്ചത്. ഇവിടെ ഫാനിൻ്റെ ലീഫായിട്ട് വരച്ചത് ഫോഴ്സിലൂടെയല്ല, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ആ ഒരു ഡയറക്ഷനിലാണ്. ഇപ്പോൾ 3 കിലോ ന്യൂട്ടനെ സംബന്ധിച്ച് ഇതായിരുന്നു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അവിടെ ചെറിയൊരു ഫാൻ ലീഫ് വരച്ചു. 10 കിലോ ന്യൂട്ടനെ സംബന്ധിച്ച് ഇതാണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അവിടെ വലിയൊരു ഫാൻ ലീഫ് വരച്ച് കാണിച്ചിട്ടാണ് ടേണിംഗ് എഫക്റ്റ് നോക്കിയത്. അപ്പോൾ എപ്പോഴും ആ ലീഫിൻ്റെ ഫാനിൻ്റെ ഒരു ലീഫ് പോലെ അസ്യൂം ചെയ്തിട്ട് റൊട്ടേഷൻ്റെ എഫക്റ്റ് പോസിറ്റീവ് നെഗറ്റീവ് എന്ന് തിരിച്ചറിയാൻ ശ്രമിക്കുന്നവർ ആ ഫാൻ ലീഫ് എപ്പോഴും ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാൻ ഉപയോഗിച്ച പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിലൂടെ വേണം വരച്ച് നോക്കാൻ. അത് ഏത് കേസിലുള്ള മൊമെൻറ്റ് കാൽക്കുലേഷനിലാണേലും അങ്ങനെ തന്നെ വേണം ചെയ്യാൻ.